ഇത്തവണ അവർ കാണിച്ചത് ന്യായമാണോ അല്ലേന്ന് മാത്രം നിങ്ങൾ പറഞ്ഞ. ആര് കാണിച്ചത്? പണത്തിന് വേണ്ടി മാത്രമല്ലേ ഇവരൊക്കെ ഈ കളി കളിക്കുന്നത്. ആര്? ലാലേട്ടന് പോലും ഇഷ്ടപ്പെട്ടില്ല. എന്തോന്ന് ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞത്. ഡ്രാമ കാണിക്കുന്ന അനുമോളേക്കാണ് കപ്പ് കൊടുക്കാനുള്ള. നമുക്ക് അത് കൊടുക്കേണ്ട ഒരു അർഹതയില്ല. വോട്ട് കിട്ടിയോണ്ടല്ലേടാ കൊടുത്തത്. എനിക്കിതിനെപ്പറ്റി അറിഞ്ഞുള്ള നമ്മളൊരു ബ്രോ പറഞ്ഞിട്ടുള്ള അനീഷാണ് മെയിൻ. കാരണം കാക്ക ഇത്രയും ആരെ ഇതുവരെ വേറെ ഇൻസൾട്ട് ചെയ്യാതെയും ഒരു മാന്യമായിട്ടുള്ള ഒരു ഗെയിമാണ് അനീഷ് കളിച്ചിട്ടുള്ളത്. നല്ല വോട്ടും കൂടെ കിട്ടേണ്ടടാ. വോട്ടല്ലേ കൺഫേം ആണ് അനുമോളെക്കാളും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് അനീഷിനാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് വോട്ടെടുപ്പ് എടുക്കാം. നീ ആരാണ്? അനീഷാണോ അനുമോളാണോ? ബ്രോ പറഞ്ഞോണ്ട് അനീഷ്. നീ അനുമോള അനീഷ? ഞാൻ അനീഷ്. അനീഷ് രണ്ട്. നീ അനുമോള അനീഷ? അനുമോൾ. ഒരാള്. അപ്പൊ ഓരോ വോട്ട് എവിടെ ഉള്ള ലാലേട്ടൻ കൊടുത്തത്. എന്തോന്ന് കൊടുത്ത് അവാർഡ് കൊടുത്ത് ഏത് അനുമോളായത്? മികച്ച നടിക്കുള്ള അവാർഡാ. നീ ആരാ ഫാൻ? നമ്മള് അനീഷ്. അനീഷ്. നീയാ? അനീഷ്. കണ്ട അത് മറ്റേത് വെറും ഒരു ഡ്രാമ. അതായത് അവര് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. നമുക്ക് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മോഹൻലാലിന്റെ മുഖം കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും. എന്നാലും ലാസ്റ്റ് ആഴ്ചയിലെ അനീഷിന്റെ സ്ക്രീൻ സ്പേസേ ഇല്ലായിരുന്നു. അനുമോള് തൂക്കി. അനുമോൾ എന്ത് തൂക്കി എന്നാണ് പറയുന്നത്? ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നതാണ്, അവരെ കുറിച്ച് തെണ്ടിത്തരം പറയുന്നതാണ്. ഇതിപ്പോ നീ അല്ലേടാ ഞാൻ തോന്നാക്കാ പറഞ്ഞ ഡ്രാമ കളിച്ച് ചുമ്മാ ബാക്കിയുള്ള. ഞാൻ ഒരു കാര്യം കേട്ടാ, ആ രണ്ട് പയ്യനെയും പെണ്ണിനെ കുറിച്ച് കുറ്റം പറഞ്ഞതും അവൻ വന്നൊന്ന് അടുത്ത് നിന്നപ്പോ അവൻ വേറെ രീതിയിലാണ് ചിന്തിച്ചെന്നുള്ള രീതിയിൽ അവർക്കൊരു ഫാമിലി ഇല്ലേ? നമ്മള് ബ്രോ പറഞ്ഞോണ്ട് നമ്മൾ അനീഷ്. ബ്രോ ആരടാ? ബ്രോ അത് അതിപ്പോ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ജയിച്ചാൽ ഇവിടെ ആരും സാറ്റിസ്ഫൈഡ് അല്ല. കുറേയായിരുന്നു കുറച്ച് ഇഷ്ടം, പക്ഷെ അവള് പുറത്തായി. ഇനി അവസാനത്തെ ലാസ്റ്റ് 2 പേരില് അനീഷിനാണ് അത് അർഹതപ്പെട്ടത്. ലാലേട്ടനും ബിഗ് ബോസും കൊടുത്തു പോയി അവാർഡ്. ഇനിയിപ്പോ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ലാലേട്ടന് പോലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലാലേട്ടല്ലേ വന്ന് കമന്റ് ചെയ്തിട്ട് സമരം ചെയ്യാൻ പോവേണ നീ? സമരമൊന്നല്ല, അത് കാണിച്ച ഭയങ്കര മോശമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അനുമോൾക്ക് കൈ കൊടുക്കാൻ നേരം ലാലേട്ടൻ ചിരിച്ചിട്ടില്ല, പക്ഷേ അനീഷിന് കൈ കൊടുക്കാൻ നേരം എന്ത് സന്തോഷത്തോടെയാണ് കൊടുത്തത്. അതിൽ തന്നെ ഉള്ളതാടാ ഞാൻ കണ്ട് അല്ലേ. എന്തിനായിട്ട് നമ്മൾ അനീഷ് പോയി. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക്